മാധ്യമങ്ങളോട് കയർത്ത അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിൽ. സഹോദരൻ അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കാൻ വന്നപ്പോഴാണ് മാധ്യമങ്ങളോട് കയർത്തത്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം. കേസിൽ അജയ് ആയങ്കിക്ക് ജാമ്യം അനുവദിച്ചു. സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലേ, നിങ്ങളെ ജോലിനെ മാനിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്റെ ബൈറ്റ് കിട്ടിയല്ലോ. ഇത്തിരി നാൾ ഇവനില്ലാത്തോണ്ട് ഞാൻ വരെ അത് പറഞ്ഞുകൊണ്ടെന്താ കാര്യം? നിങ്ങൾ ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നേ? ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നേ? നിങ്ങൾ ചെയ്യുന്ന ജോലി മര്യാദ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നേ? എന്റെ ജോലി ഇത്രേ ഉള്ളൂ. ഉള്ള ജോലി മര്യാദക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരും. എടി ഈ മുഖം കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറഞ്ഞെങ്കിൽ അതേപോലെ വിശ്വസിച്ച് റിപ്പോർട്ട് ചെയ്യും. ഏഷ്യായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അനിയനെ പോസ്റ്റ് ഇട്ട് അല്ലേ? അതല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ താല്പര്യമില്ല. മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാൻ താല്പര്യം. നിങ്ങൾ മറ്റേ അർണാവിനേറ്റം കൊണ്ടാ പറയാം. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സമീർ, എന്താണ് അവിടെ എങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണം? അനിഷ, അർജുൻ ആയങ്കി അറസ്റ്റിനായതിനു പിറകെ സഹോദരൻ അജയ് ആയങ്കിയും പിടിയിലായിരുന്നു. കോഴിക്കോട് നടക്കാവ് പോലീസാണ് അജയ് ആയങ്കിയെ പിടികൂടിയത്. അർജുൻ ആയങ്കിക്ക് വേണ്ടിക്കൊണ്ട് ഫണ്ട് സമാഹരണത്തിന് വേണ്ടിക്കൊണ്ട് QR കോഡ് നിർമ്മിച്ചു നൽകിയത് അജയ് ആയങ്കി ആയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു നടക്കാവ് പോലീസ് അജയെ പിടികൂടിയത്. പിന്നീട് അജയ്ക്ക് ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി അവിടെ സ്റ്റേഷനിലേക്ക് എത്തിയത് കോഴിക്കോട്ടെ പ്രമുഖ ഗുണ്ടാ നേതാവായിട്ടുള്ള ഐനീഷാണ് സ്റ്റേഷനിലെത്തിയത്. എന്നാൽ ഐനീഷിനൊപ്പം അജയെ വിട്ടയക്കില്ല എന്ന് പോലീസ് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ ഐനീഷിനെ കരുതൽ തടങ്കിലാക്കുകയും ചെയ്തു. ഇതിന് പിറകെയായിരുന്നു അജയുടെ സഹോദരൻ, അതായത് അർജുൻ ആയങ്കിയുടെ മറ്റൊരു സഹോദരനായിട്ടുള്ള അഖിൽ സ്റ്റേഷനിലേക്ക് എത്തിയത്. സ്റ്റേഷനിലെത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് മാധ്യമങ്ങളോട് കയർക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. മാധ്യമങ്ങളാണ് ഈ വിധത്തിൽ കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ള കുറ്റപ്പെടുത്തലോടുകൂടിയായിരുന്നു ഈ കയർക്കൽ ഉണ്ടായത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ നടപടികൾ പൂർത്തീകരിച്ചു. പിന്നീട് അജയ്ക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അഖിലിന്റെ ആൾ ജാമ്യത്തിലാണ് അജയ് ആയങ്കിക്ക് ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യം എടുക്കാൻ വന്നപ്പോഴായിരുന്നു മാധ്യമങ്ങളോടുള്ള ഈ കയർക്കൽ ഉണ്ടായത്. അനീഷ. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.